നമസ്കാരം സുഹൃത്തുക്കളെ, മറ്റൊരു ട്രേഡിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നമ്മുടെ ലെഡ്ജർ നോക്കിക്കൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ജേണലിൽ വരുന്നത് ഇന്നലെ കൊണ്ട് നമ്മളുടെ ആ ഒരു മാസം അങ്ങ് കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ലാസ്റ്റ് 1 മന്തിലെ നമ്മളുടെ ലോസ് എന്ന് പറയുന്നത് 766 രൂപയാണ്. കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഇന്നും കൂടെ കൂട്ടിയാൽ 1-ാം തീയതിയാണ്, ഇന്നിൽ നമുക്ക് ലോസാണ് കിട്ടിയേക്കുന്നത് 123 രൂപ. അങ്ങനെ മൊത്തം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് 5 ദിവസം ലോസ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. ഈ കണ്ടിന്യൂസ് ലോസ് വരുമ്പോഴാണ് പലപ്പോഴും ട്രേഡേഴ്സ് പലരുടെയും മാനസികാവസ്ഥ ആകെ താറുമാറാകുന്നത്. അപ്പോൾ ഇത് കണ്ടിന്യൂസ് 5 ടൈംസ് ആണെങ്കിൽ നമുക്കിതിനു മുമ്പ് കണ്ടിന്യൂസ് ആയിട്ട് ഇതിവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതായത് കഴിഞ്ഞ മാസം 1-ാം തീയതി മുതൽ 9-ാം തീയതി വരെ 7 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തിരുന്നു. ഏതൊരു പ്രോ ട്രേഡറെ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അവരുടെയൊക്കെ ഇൻ്റർവ്യൂവിൽ ഈ കണ്ടിന്യൂസ് ലോസിനെ പറ്റി പലരും പറഞ്ഞു കേട്ടിട്ടുള്ളത് കണ്ടിന്യൂസ് ആയിട്ട് 8 ദിവസം വരെയാണ് ലോസ് കിട്ടിയിട്ടുള്ളതെന്നാണ്. അപ്പോൾ ഈ കണ്ടിന്യൂസ് 8 ദിവസം വരെ അവർക്ക് ലോസ് സംഭവിക്കുന്നു എങ്കിൽ ഈവൻ അതിപ്പോൾ പോലും പിന്നെ കോമൺലി ആർക്കും തന്നെ അത് സംഭവിക്കാവുന്നതാണ് എന്നതാണ് നമ്മളതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഇനി കണ്ടിന്യൂസ് പ്രോഫിറ്റ് നമുക്ക് തന്നെ കിട്ടിയിട്ടുള്ളത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം. ഇത് ഫസ്റ്റ് മന്താണ് നമ്മൾ ചെയ്ത് തുടങ്ങിയ മാസം. കണ്ടിന്യൂസ് ആയിട്ട് 6 ദിവസം പ്രോഫിറ്റ് കിട്ടി. അപ്പോൾ ഈ കണ്ടിന്യൂസ് 6 ദിവസം പ്രോഫിറ്റ് കിട്ടി എന്നത് മാത്രമല്ല, ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും 1:3 വീതം 3 ദിവസവും 1:4 ഒരു ദിവസവും. അതുതന്നെയാണ്, അതായത് നമ്മളെ ട്രേഡിങ്ങിൽ വിജയിപ്പിക്കുന്നത് എത്ര ശതമാനം വിൻ റേഷ്യോ എന്നതിലുപരി റിസ്ക് റിവാർഡ് ആണെന്ന് പല വീഡിയോകളിൽ ഞാൻ കണ്ടിന്യൂസ്ലി പറയുന്നുണ്ട്. നിങ്ങളതിൻ്റെ അതിൻ്റെ യഥാർത്ഥ സീരിയസ്നെസ്സിൽ അത് മനസ്സിലാക്കുക എന്നതാണ് എൻ്റെ ഉദ്ദേശം. അതായത് ഇപ്പോൾ കർണാടകക്കാരൻ ഒരു ട്രേഡറുണ്ട്, അദ്ദേഹം ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആണ്. ആളുടെ സ്ട്രാറ്റജി എന്ന് പറയുന്നത് തന്നെ 80-20 എന്നാണ് ആൾ പറയുന്നത്. അതായത് 80% ലോസാണ് അദ്ദേഹത്തിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതായത് 100 ട്രേഡ് എടുത്താൽ 80 ട്രേഡ് ലോസ് ആയിരിക്കും, 20 ട്രേഡേ അദ്ദേഹം വിജയിക്കുന്നുള്ളൂ. പക്ഷേ അദ്ദേഹം ഹ്യൂജ് പ്രോഫിറ്റിലാണ്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും, നിങ്ങൾ ഈ ഗെയിം ട്രേഡിംഗ് ആസ് എ ഗെയിം നിങ്ങളിതിനെ അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ 90%, 80%, 100% സക്സസ് റേഷ്യോ, അതായത് ഓരോ ട്രേഡുകളും വിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് നിങ്ങൾ കളിക്കുന്നതെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഡിസപ്പോയിൻമെൻ്റ് ആയിരിക്കും നമ്മുടെ ഫലം, നിരാശ ഉണ്ടാവും ഉറപ്പായിട്ടും. കാരണം മെജോറിറ്റി ട്രേഡ് ലോസിലേക്ക് എപ്പോൾ പോകുന്നോ അപ്പോൾ തൊട്ട് നിങ്ങളുടെ മാനസികാവസ്ഥ വളരെ മോശമാകും. നേരെ മറിച്ച് നിങ്ങളുടെ സ്ട്രാറ്റജി തന്നെ കൂടുതൽ ലോസ് ബുക്ക് ചെയ്യുകയാണെങ്കിൽ പോലും ആ കുറഞ്ഞ പ്രോഫിറ്റ്, അതായത് വിൻ റേഷ്യോയിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഹ്യൂജ് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും എന്നതാണ് നിങ്ങളുടെ സ്ട്രാറ്റജി എങ്കിൽ 80-20 ആയാലും ഇല്ല 40-60 ആയാലും നിങ്ങൾക്ക് ദുഃഖം എന്ന് പറയുന്നത് നിങ്ങളെ ബാധിക്കത്തില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട് ട്രേഡിംഗ് എന്ന് പറയുന്നത് സൈക്കോളജിക്കലാണ്. അത് ഇതുകൊണ്ടാണ്, അതായത് നിങ്ങളുടെ മാനസികാവസ്ഥ ഇത് ബാധിക്കരുത്. അപ്പോൾ നിങ്ങളുടെ സ്ട്രാറ്റജി എന്ന് പറയുന്നത് തന്നെ വിൻ റേഷ്യോ, സക്സസ് റേഷ്യോയെ ഡിപ്പെൻഡ് ചെയ്തിട്ടാവരുത്. വിൻ റേഷ്യോ ആയിരിക്കരുത് നിങ്ങളുടെ സ്ട്രാറ്റജി, മറിച്ച് റിസ്ക് റിവാർഡ് ആയിരിക്കണം. ഓക്കെ, അതായത് നമ്മൾ കണ്ടു കഴിഞ്ഞ ദിവസം നമ്മൾ 1:1 എടുത്ത സമയത്ത് മാർക്കറ്റ് 1:5 തന്നിരുന്നു. നമ്മൾ ഈ ദിവസവും 1:1 ആണ് എടുത്തത്, അന്നും മാർക്കറ്റ് 1:4 തന്നിരുന്നു. അപ്പോൾ എന്താണ്, നമുക്ക് ഭയം ഇപ്പോഴും വിട്ടുമാറിയിട്ടില്ല. അതുകൊണ്ട് അത് ക്യാപ്ചർ ചെയ്യാനുള്ള ക്ഷമയോ ധൈര്യമോ നമുക്കുണ്ടായില്ല. അപ്പോൾ ഇത് രണ്ടെണ്ണം നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ, ഫുള്ള് വേണ്ട, ഇതിൻ്റെ പകുതി ഇല്ലേ, ഈ 2 ദിവസം 1:3 വെച്ച് നമ്മൾ ക്യാപ്ചർ ചെയ്തിരുന്നെങ്കിൽ പോലും ഒരുപക്ഷെ നമ്മൾ ഈ മാസമോ അല്ലെങ്കിൽ നെറ്റോ നമ്മൾ ലോസിലല്ലാതെ കലാശിച്ചേനെ. ശരിയല്ലേ? അപ്പോൾ ഈ ധൈര്യത്തിലേക്ക് നമ്മൾ പതുക്കെ ഈ കാര്യങ്ങൾ മനസ്സിലാക്കി, അതായത് ഇതിൻ്റെ മാത്തമാറ്റിക്സ് മനസ്സിലാക്കി അതിൽ വിശ്വസിച്ച് അതിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് നമ്മൾ ട്രേഡ് എടുക്കാൻ തുടങ്ങുമ്പോഴാണ് നമ്മുടെ ഇമോഷൻ കംപ്ലീറ്റ്ലി നമ്മളെ വിട്ട് മാറത്തുള്ളൂ. ഓക്കെ, അതിന് വേണ്ടത് എന്താണ്? നമ്മുടെ ഭയം, അല്ലെങ്കിൽ ഇതെന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാത്തൊരവസ്ഥയിലാണ് നമുക്ക് കാരണമൊന്നും മനസ്സിലാകാതെ, ഇല്ലെങ്കിൽ മുന്നിൽ കാണുന്ന അതാത് ദിവസങ്ങളിൽ വരുന്ന ലോസ് മാത്രം നമ്മളെ വളരെയധികം ഭയപ്പെടുത്തും. പക്ഷേ ലോങ് റണ്ണിലേക്ക് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് വിജയിക്കാനേ സാധിക്കൂ എന്നതാണ് നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ സ്ട്രാറ്റജിയിൽ നിന്ന് മനസ്സിലാകുന്നത്. റിസ്ക് റിവാർഡ് വെച്ചിട്ട് ലോങ് റണ്ണിൽ ഒരാൾക്ക് ഇതിൽ വിജയിക്കാനേ പറ്റൂ,
അല്ലെങ്കിൽ വലിയ ലോസിലേക്കൊന്നും ഒരു കാരണവശാലും പോവില്ല എന്ന് നമുക്ക് മനസ്സിലായാൽ പിന്നെ ഈ കണ്ടിന്യൂസ് ലോസ് അടിക്കുന്നതൊന്നും നമുക്ക് അത്രയ്ക്ക് മാനസിക ബുദ്ധിമുട്ടുണ്ടാക്കില്ല. ഇവിടെ നമ്മളിപ്പോൾ 5 ദിവസം കണ്ടിന്യൂസ് ലോസ് വന്നു. അപ്പോൾ എത്രയാണ്? 1 പോർഷൻ വെച്ചിട്ട് 5 പോർഷൻ ലോസേ ഉള്ളൂ. ഓക്കെ, നേരെ മറിച്ച് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് 6 ദിവസം പ്രോഫിറ്റ് കിട്ടി. ഈ 6 ദിവസം പ്രോഫിറ്റ് കിട്ടിയപ്പോൾ നമ്മൾക്കിവിടെ ആവറേജ് എടുത്താൽ പോലും 1:2 മുകളിലാണ്. 2 × 6 എന്ന് പറയുമ്പോൾ തന്നെ 12ആയി. അപ്പോൾ തന്നെ ഇപ്പോൾ 2 പോർഷൻ വെച്ച് എടുക്കുന്നുള്ളെങ്കിൽ പോലും ഈ കണ്ടിന്യൂസ് വരുന്ന 5 ദിവസം 6 ദിവസം 7 ദിവസം ലോസിനെയൊക്കെ മറികടക്കാൻ നമുക്ക് എതിരായിട്ട് വേണ്ടത് അതിൻ്റെ പകുതി വിൻ റേഷ്യോ മതി. അതായത് എത്ര ലോസ് വരുന്നു അതിൻ്റെ പകുതി വിൻ റേഷ്യോ കിട്ടിയാൽ പോലും നമുക്ക് പ്രോഫിറ്റിലേക്ക് വരാൻ പറ്റും. ഓക്കെ, അപ്പോൾ റിസ്ക് റിവാർഡ് നമ്മൾ എത്രമാത്രം കൂട്ടുന്നോ അതിനനുസരിച്ചിട്ട് നമുക്ക് പ്രോഫിറ്റബിലിറ്റി കൂട്ടാൻ പറ്റും. അതിനു വേണ്ടിയിട്ട് നമ്മൾ എല്ലാ ദിവസവും മാർക്കറ്റ് അവേഴ്സ് കഴിഞ്ഞിട്ട് ഈ ലൈവ് ട്രേഡ് വീഡിയോയ്ക്ക് ശേഷം നമ്മളൊരു ബാക്ക് ടെസ്റ്റിങ്, അത് 5 ട്രേഡ് നമ്മൾ ഒരു ദിവസം ഹയർ സൈഡ് മൂവ് ചെയ്ത സ്റ്റോക്കുകളിലും 5 ട്രേഡ് നമ്മൾ ഡൗൺ സൈഡ് മൂവ് ചെയ്ത സ്റ്റോക്കുകളിലും എല്ലാ ദിവസവും ഇനി മുതൽ അങ്ങോട്ട് 30 ദിവസം നമ്മൾ ബാക്ക് ടെസ്റ്റിംഗ് ചെയ്യുന്നുണ്ട്. അത് ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്ട്രാറ്റജി നമുക്ക് കാണാപ്പാഠം പഠിച്ചെടുക്കുക, ഒപ്പം ഇത് കണ്ടിന്യൂസ് ചെയ്യുമ്പോൾ ആണ് നമ്മളുടെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുന്നത്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ട 2 കാര്യങ്ങൾ, നമുക്ക് ഇവിടെ വെക്കുന്ന റിസ്ക് റിവാർഡ് നമ്മൾ എത്രയാണ് 1:2 വെച്ച് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നതായി നമ്മൾ കണക്കൂട്ടും. പക്ഷേ മാക്സിമം എത്ര പോകുന്നുണ്ട്, ആ ഹയർ റിസ്ക് റിവാർഡ് നമുക്ക് എങ്ങനെ അച്ചീവ് ചെയ്യാം, അതുപോലെയുള്ള കാര്യങ്ങൾ നമ്മൾ കൂടുതൽ പ്രാക്ടീസ് ചെയ്താണ് നമ്മൾ തെളിഞ്ഞു വരേണ്ടത്. ഇന്നത്തെ ട്രേഡ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. 123 രൂപ നിങ്ങൾക്ക് ഇവിടെ കാണാം. നമ്മളിവിടെ ലോസ് ബുക്ക് ചെയ്തിട്ടുണ്ട് 123 രൂപ. ഓക്കെ, അപ്പോൾ നമ്മൾ സെല്ലാണ് ചെയ്തത്. ഫസ്റ്റ് 9:26 നമ്മൾ സെല്ല് ചെയ്തു. 10 മണിക്ക് നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റായി. ടാർഗറ്റ് ഓർഡർ നമ്മളിവിടെ ക്യാൻസൽ ചെയ്തു. ഇതാണിപ്പോൾ സംഭവിച്ചേക്കുന്നത്. നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ എൻട്രി എടുത്തത് ഈ കണ്ടിന്യൂസ് ഡൗൺ ട്രെൻഡ് വന്നു. അതിന് ശേഷം ഇവിടെ ഒരു ഗ്രീൻ ക്യാൻഡിൽ വെച്ചത് നിങ്ങൾ കണ്ടു. ഈ ഒരു ക്യാൻഡിലിൽ നമ്മൾ എൻട്രി എടുത്തു. അതിൻ്റെ കാരണം ഇതാണ്, ഈ പ്രൈസ് ആക്ഷൻ പോയിന്റിനെ കട്ട് ചെയ്ത് താഴത്തേക്ക് മാർക്കറ്റ് ക്ലോസിങ് തന്നു. അത് ക്ലോസിങ് തന്നതിന് ശേഷം നെക്സ്റ്റ് ക്യാൻഡിൽ സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമ്മൾ താഴത്തേക്ക് എൻട്രി എടുക്കുകയായിരുന്നു. 17 രൂപ 30 പൈസയാണെന്ന് തോന്നുന്നു. നമുക്ക് ആ ഒരു പ്രൈസ് റേഞ്ചിലാണ് 17 രൂപ 20 പൈസയ്ക്ക് നമുക്ക് സെല്ലിങ് ചെയ്യാൻ പറ്റി. ഓക്കെ, അപ്പോൾ താഴത്തേക്ക് നമ്മൾ സെല്ല് ചെയ്തു. നമ്മൾ ഇവിടെ റിസ്ക് റിവാർഡായിട്ട് 1:2 ഇവിടെ നമ്മൾ അടയാളപ്പെടുത്തി. നമ്മുടെ സ്റ്റോപ്പ് ലോസ് നമ്മൾ ഈ പ്രൈസ് റേഞ്ചിൽ വെച്ചു. അത് കുറച്ച് നേരത്തിന് ശേഷം വന്ന് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് മാർക്കറ്റിന് കൊടുക്കാനുള്ള മറുപടി, ഇല്ലെങ്കിൽ മാർക്കറ്റിൽ നമുക്ക് മൊത്തം നമ്മൾ പൊളിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റോപ്പ് ലോസ് വെച്ചേ പറ്റൂ. നമ്മുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് 0.5% ആണ്. അത് എല്ലായ്പ്പോഴും, കാരണം എന്നാലേ നമ്മുടെ കാൽക്കുലേഷൻസ് കറക്റ്റ് ആവുകയുള്ളൂ. അപ്പോൾ നമ്മുടെ സ്റ്റോപ്പ് ലോസ് എടുത്തു. എന്നിട്ട് മാർക്കറ്റ് ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ ഇന്നും എൻ്റെ ജഡ്ജ്മെൻ്റ് എന്ന് പറയുന്നത് തെറ്റിയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇല്ലെങ്കിൽ ഇതിന്നും മാർക്കറ്റ് ഇത് ബ്രേക്ക് ചെയ്ത് താഴത്തേക്ക് തന്നെ പോയിട്ടൊരു ക്ലോസിങ് തരും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഓൾറെഡി NTPC നിൽക്കുന്നത് ഇതിൻ്റെ ഓവറോൾ, അതായത് ഓൾ ടൈം ഹൈയിലാണ് ഇത് നിൽക്കുന്നത്. അപ്പോൾ ഇത് ഇന്ന് താഴത്തേക്കൊരു ക്ലോസിങ് തരുമെന്ന് തന്നെയാണ് ഞാനിപ്പോഴും കരുതുന്നത്. അത് ഇന്ന് ഈവനിങ് മാർക്കറ്റിൽ നമുക്കറിയാൻ പറ്റും. നിങ്ങളും ഒന്ന് ചെക്ക് ചെയ്യുക എന്താണ് സംഭവിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ട്രേഡ് ഇതായിരുന്നു. നമ്മളിനി ഈവനിങ് സെഷനായിട്ട് ബാക്ക് ടെസ്റ്റിംഗ് എല്ലാ ദിവസവും ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കണ്ടിന്യൂസ് ബാക്ക് ടെസ്റ്റ് വീഡിയോകളും അതുപോലെ ഇതുപോലെയുള്ള ലൈവ് ട്രേഡിങ് നമ്മൾ കണ്ടിന്യൂസ് ചെയ്താണ് നമ്മുടെ കോൺഫിഡൻസ് വർദ്ധിപ്പിക്കുന്നത്. ഇപ്പോൾ തന്നെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപക്ഷെ മനസ്സിലാവുന്നുണ്ടാവും, നമ്മൾ ലോസിലാണ്, അത് നെറ്റ് ലോസാണ്, അതുപോലെ കഴിഞ്ഞ മാസം ലോസാണ്, ഈ മാസം തുടങ്ങിയേക്കുന്നത് ലോസിലാണ്. എന്നിരുന്നാൽ പോലും നമ്മളിതിപ്പോൾ ഒരു മെഷീൻ ചെയ്യുന്നത് പോലെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം നമുക്കിവിടെ അറിയാവുന്ന ഒരു കാര്യമുണ്ട്, ഇപ്പോൾ മാർക്കറ്റ് അടുത്ത നിമിഷം എങ്ങോട്ട് പോകും എന്നത് ഒരു ട്രേഡർക്കും പറയാൻ പറ്റില്ല. അത് എന്തും മാർക്കറ്റിൽ ഏത് നിമിഷവും സംഭവിക്കാം. അത് നമ്മുടെ കൺട്രോളിലല്ല, നമുക്ക് അറിയില്ല. അതുകൊണ്ട് തന്നെ അതിനെ ഓർത്ത്, നമ്മുടെ കൺട്രോളിലല്ലാത്ത ഒരു കാര്യത്തെ ഓർത്ത് നമ്മൾ വിഷമിക്കുന്നതിൽ യാതൊരുവിധ അർത്ഥവുമില്ല. ഇത് പൂർണ്ണമായി മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഇമോഷൻസ് കംപ്ലീറ്റ് പോയി. കാരണം അതിലർത്ഥമില്ല എന്ന് നമ്മൾ സ്വയം തിരിച്ചറിയുകയാണ്. അത് കംപ്ലീറ്റ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാലാണ് നമുക്ക് പിന്നെ നമ്മുടെ പവർ
യൂസ് ചെയ്യാൻ പറ്റുന്നത്. കാരണം ഇമോഷൻസ് ഇല്ല. ഇനി നമുക്ക് ഇതിനെ നേരിടാൻ അത് മാത്തമാറ്റിക്കലി ആണ്. അപ്പോൾ നമ്മൾ നമ്മുടെ റിസ്ക് റിവാർഡ് വെച്ചിട്ട് ഇതിനെ ക്രാക്ക് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് കൃത്യമായി മനസ്സിലായി. അതിനി ബിൽഡായി വരേണ്ടത്, ഭയം വിട്ടുമാറിക്കഴിഞ്ഞാൽ നമ്മൾ ന്യൂട്രലായി. ഇനി നമുക്ക് എന്താണ് വേണ്ടത്? നമുക്ക് ധൈര്യം അത് കയറി വരണം. അപ്പോൾ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാനായിട്ട് നമ്മൾ കണ്ടിന്യൂസ് ബാക്ക് ടെസ്റ്റ് ചെയ്യുക, അതുപോലെ തന്നെ ലൈവ് മാർക്കറ്റിൽ കണ്ടിന്യൂസ്ലി പ്രാക്ടീസ് ചെയ്യുക. അത് ഓവർ ദ പീരീഡ് ഓഫ് ടൈം നമുക്ക് ആ കോൺഫിഡൻസ് ബിൽഡ് ചെയ്ത് വരും. അതിനനുസരിച്ചിട്ട് ഇതെല്ലാം പ്രോഫിറ്റിലേക്കും ഇതൊക്കെ പ്രോഫിറ്റായിട്ട് മാറുന്നത് നമുക്ക് കാണാൻ പറ്റും. നമ്മൾ പറഞ്ഞു, പ്രോ ട്രേഡർ എന്ന് നമ്മൾ കാണുന്ന ആൾക്കാർ പോലും ഇപ്പോഴും കണ്ടിന്യൂസ് ലോസ് ആയിട്ട് അപ് ടു 8 ലോസ് വരെ കണ്ടിന്യൂസ് ഡേയ്സ് അവരെടുത്തിട്ടുള്ളതായിട്ട് അവർ തന്നെ പറയുന്നുണ്ട്. സോ ഇത് ആർക്കും സംഭവിക്കാം, അത്രേ ഉള്ളൂ ഇതിനകത്ത്. അപ്പോൾ ഇന്നത്തെ ട്രേഡ് ഇതുകൊണ്ട് അവസാനിക്കുവാണ്. ഇനി നെക്സ്റ്റ് ട്രേഡ് നാളെ നമുക്കൊരു ലൈവ് ട്രേഡുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.